അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടൈം ടു തൈബ ആക്റ്റീവായി കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇട്ട കവിതകൾ വളരെ അർത്ഥവത്തും പഠനവിധേയമാക്കേണ്ടതുമായ സബ്ജക്റ്റാണ്. ഈ തലമുറക്ക് പറ്റിയത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അഥവാ 12ാം നൂറ്റാണ്ടിന് ശേഷം അങ്ങോട്ട് മുന്നോട്ടൊന്ന് പോയാൽ 6 നൂറ്റാണ്ട് പ്രക്ഷോഭിതമായി നിന്നിരുന്ന ഒരു കാലഘട്ടം ലോകത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് ഗോൾഡൻ ഇറ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്, ഹിസ്റ്ററി ഓഫ് മുസ്ലിംസ് എന്നല്ല ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്, ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്, മനുഷ്യകുലത്തിനാകമാനം സുവർണ കാലഘട്ടം. ആ കാലഘട്ടം 6 നൂറ്റാണ്ട്. ആ നൂറ്റാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം തൊട്ട് 6 നൂറ്റാണ്ട് ലോകത്ത് പ്രക്ഷോഭിതമായ സംസ്കാരം, അതുകൊണ്ട് നേടിയെടുത്ത വിജയങ്ങൾ, അത് ലോകത്തിനാകമാനം മാറ്റിമറിച്ച, അഥവാ മനുഷ്യന് താമസിക്കാനും ജീവിക്കാനും സന്തോഷം ജീവിക്കാനും ഉതകുന്ന രീതിയിലേക്ക് മാറ്റിമറിച്ച സംഭവവികാസങ്ങൾ, ഇതിനെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഓറിയന്റലിസ്റ്റ് എഴുതുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഒരു വിജയം വരിച്ചു, ആ വിജയത്തിന്റെ പട്ടികയിൽ അത് ഒന്നും ഒഴിച്ചു മാറ്റിയിട്ടില്ല. അനേക സയന്റിസ്റ്റ് ശാസ്ത്രകാരന്മാരെ പോലും പേരെടുത്ത് എണ്ണിക്കൊണ്ട് പറയുന്നത് അവർക്ക് തുല്യരായ സയന്റിസ്റ്റുകൾ ഇന്നത്തെ കണ്ടംപററി അമേരിക്കയിൽ പോലും ജീവിച്ചിരിക്കുന്നില്ല. ആ രീതിയിലേക്ക് മനുഷ്യകുലത്തിനുണ്ടായ പുരോഗതിയുടെ കാരണമായി അവരെണ്ണുന്നത് their life was in strict accordance with Prophet Muhammad sallallahu alaihi wasallam. അവരുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ഹബീബിനെ പിൻപറ്റിയുള്ള ജീവിതമായിരുന്നു എന്നതാണ്. ഈ ഹബീബിനെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, 2ാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മുത്തബഇസ് സുന്ന എന്ന ഓമനപ്പേരിൽ അറിയുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനവറുടെ മക്ബറ മക്കയിൽ പോകുന്ന ആർക്കും വളരെ മനോഹരമായി സൗദി ഗവൺമെന്റ് സൂക്ഷിച്ചത് കാണാൻ പറ്റും. ആദിഹിൽ മക്ബറത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബഇസ് സുന്ന എന്ന് തന്നെ എഴുതി വെച്ച മക്ബറ കാണാൻ കഴിയും. മഹാനവർകൾ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ തല കുനിച്ചു പോകുന്നത് സഹാബാക്കൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവിടെ തല കുനിക്കേണ്ടതായിട്ടുള്ള ഒരു തടസ്സങ്ങളും കാണുന്നില്ല. മഹാനവറുടെ മറുപടി, അന്ന് ഹബീബ് ജീവിച്ചിരിക്കുമ്പോൾ ഈ പ്രദേശത്ത് കൂടെ പോകുമ്പോൾ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരം തലയിൽ തട്ടുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി ഹബീബ് കുനിച്ചെങ്കിൽ ആ ഒരു പ്രത്യേക പോയിന്റ് ഓഫ് സ്പേസിൽ, ആ ഒരു പ്രത്യേക പോയിന്റ് ഓഫ് ടൈമിൽ റഹ്മത്തുൽ ആലമീൻ തല കുനിച്ചുവെങ്കിൽ അവിടെ മരമില്ലെങ്കിലും ഞാൻ കുനിക്കണം. അതാണ് ഇത്തിബാഇ എന്ന് ലോകത്തോട് പഠിപ്പിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഒരു ഇത്തിബാഇ ലോകത്ത് നഷ്ടപ്പെട്ടതാണ് പരാജയത്തിന് കാരണം എന്ന് ലോകം തിരിച്ചറിഞ്ഞു. അവർ പറഞ്ഞു, 6 നൂറ്റാണ്ടിൽ പ്രക്ഷോഭിതമായി നിന്ന ഒരു കാലഘട്ടം, അന്ന് എല്ലാവർക്കും സൗഖ്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യകുലം കണ്ടിട്ടില്ലാത്ത പുരോഗതിയും ഇന്ന് വരെ ആസ്വദിച്ചിട്ടില്ലാത്തതുമായ പുരോഗതിയും കൈവരിച്ച നാൾ എന്തുകൊണ്ട് എന്നതിന്റെ അർത്ഥത്തിൽ ഓറിയന്റലിസ്റ്റ് പോലും എഴുതുന്ന ഒരു സവിശേഷതയാണ്, their life was in strict accordance with Prophet Muhammad sallallahu alaihi wasallam. They had certain people, we can call them as professors. അവർ പള്ളിയിലായിരുന്നു അവരുടെ ജീവിതം, അവർ പ്രൊഫസർമാരായിരുന്നു. അവരാണ് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. അവരുടെ ലൈഫ്, ജനങ്ങളുടെ അവരുടെ ലൈഫ് വാസ് ഇൻ സ്ട്രിക്റ്റ് അക്കോർഡൻസ് വിത്ത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ ഹബീബിനെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുക എന്നതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അങ്ങനെ ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട, ഹബീബ് പറഞ്ഞ് നാം ഈ ടൈം ടു തൈബ ഗ്രൂപ്പിൽ പെട്ട ഓരോ വ്യക്തിയും പ്രതിജ്ഞ എടുക്കേണ്ടത് താഴെ പറയുന്ന ഒരു ഹദീസാണ്. ആ ഹദീസിന്റെ സാരം, ആ ഹദീസ് ഒന്ന് വിശദമായി പഠിച്ചു നോക്കിയാൽ മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഞാൻ നോ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അതെടുക്കാൻ പാടില്ല. ഞാനൊരു കാര്യത്തെക്കുറിച്ച് നോ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാനൊരു കാര്യം നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് എടുക്കരുത്. ഞാനൊരു കാര്യം യെസ് എന്ന് പറഞ്ഞാൽ കഴിയുന്ന അത്ര എടുക്കണം. എത്ര റിലാക്സേഷൻ നമുക്ക് തന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് പറയുന്നത്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ഹബീബ് നോ എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് നമ്മൾ എടുക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് യെസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കഴിവതും എടുക്കണം എന്നുള്ളതാണ് ജീവിത വിജയത്തിന്റെ, അതാണ് ഇത്തിബാഅ്.
അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം സുവർണ കാലഘട്ടമായിരുന്നു. ടെൻത്ത് തൈബയിലൂടെ അങ്ങനത്തെ ഒരു സുവർണ കാലഘട്ടം തിരിച്ചു പിടിക്കാൻ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ അത്തരം ലൈഫിൽ നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തി മഹാനായ തഴവ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ പദ്യങ്ങൾ നമ്മൾ കണ്ടു. ജീവിതത്തിന്റെ ഇഹപര വിജയത്തിന്റെ ആധാരശില അടിസ്ഥാനം ഹബീബിനോടുള്ള സ്നേഹവും ഹബീബിനെ ഉള്ളറിഞ്ഞുകൊണ്ടുള്ള മനസ്സിൽ അറിഞ്ഞുകൊണ്ട് സ്നേഹം വെക്കലും അതറിഞ്ഞുകൊണ്ട് അറിയാതെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ബഹിർഗമിക്കേണ്ട വിശേഷണങ്ങളും പ്രകീർത്തനങ്ങളുമാണ് സലാത്ത് എന്ന് പറയുന്നത്. സലാത്തുകൾ പല രീതിയിലുള്ള സലാത്തുകളുണ്ട്. ഏകദേശം 700ഓളം അറിയപ്പെട്ട സലാത്തുകളുണ്ട് എന്നാണ് എനിക്ക് ഉസ്താദ് പറഞ്ഞറിയാൻ കഴിഞ്ഞത്. അത് ഓരോരുത്തർ അവർക്കറിയുന്ന രീതിയിൽ ഹബീബിനെ പ്രകീർത്തിച്ചതാണ്. ആ പ്രകീർത്തനങ്ങളിലൊക്കെ വരുന്ന സലാത്തിന്റെ സ്ട്രക്ചർ ഒന്നാണ്. സ്ട്രക്ചർ എന്ന് വെച്ചാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അത് സ്ട്രക്ചറാണ്. അല്ലാഹുവേ, നമ്മളല്ല സലാത്ത് ചെല്ലുന്നത്. അതെല്ലാവരും ഗൗരവപൂർവ്വം കാണണ്ട. നമുക്ക് ഹബീബിന്റെ പേരിൽ സലാത്ത് ചെല്ലാൻ പോലും അർഹതയോ ക്വാളിഫിക്കേഷൻ ഇല്ല. നമ്മൾ അള്ളാഹുവിനോടാണ് പറയുന്നത് അള്ളാഹുവെ സലാത്ത് ചെല്ലുക എന്ന നബിന്റെ പേരിൽ. ആ നബി ആര് എന്ന് പറയുന്ന ആ ഒരു അബ്ജക്റ്റീവ് സവിശേഷതകൾ ആണ് വ്യത്യസ്തമായ പല സലാത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ സലാത്ത് കാണാൻ പറ്റും, ഇമാം ഹനഫി റളിയല്ലാഹുവിന്റെ സലാത്ത് കാണാൻ പറ്റും, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളുടെ സലാത്തുകൾ കാണാൻ പറ്റും. ഈ സലാത്തുകളിലൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, അള്ളാഹുവെ എന്റെ ഹബീബിന് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അതാണ് അള്ളാഹു നബി എന്ന അള്ളാഹുവിന്റെ ആ പ്രക്രിയയിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. എങ്ങനത്തെ ഹബീബ്, എങ്ങനത്തെ റസൂല്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തൻഹല്ലു ബിഹിൽ അങ്ങനെ പറഞ്ഞു പോകുന്ന ഓരോ വിഷയങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശേഷണങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ഹബീബിന് സലാത്ത് ചെല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ തഫത്തഖത് മിൻ നൂരിഹിൽ അസ്ഹാർ. ബഹുമാനം മാനിച്ചുകൊണ്ട് ഹബീബിന്റെ പേര് പോലും പരാമർശിക്കാതെ പറഞ്ഞത് ആരോരുത്തന്നെ ആ ആളുടെ പേര് സലാത്ത് ചെല്ലണം. ആ ആളുടെ പ്രകാശം കൊണ്ടാണ് ലോകത്തിലെ പുഷ്പങ്ങളൊക്കെ പൊട്ടിപ്പിരിയുന്നത് എന്ന് മഹാനായ ജാബിർ റിപ്പോർട്ട്